അപ്പോൾ ഗായ്സ് ദേ ഓരോരുത്തർ തന്ന ഗിഫ്റ്റൊക്കെ ഞാൻ കാണിച്ചു തരാണ്. ഇത് എനിക്ക് ഋതിക എന്നാണ് ഒരു സ്ക്രഞ്ചീസ്. പിന്നെ ദേ ഈ ഒരു മാല എനിക്ക് ദിൽപ്രിയ തന്നൊരു മാലയാണ് ഗായ്സ്. അപ്പോൾ അത് ഞാനിങ്ങനെ ഇട്ടോക്കാൻ വിചാരിച്ചു. എൻ്റെ പഴയ മാല ഞാൻ ആദ്യം ഇട്ട മാല ഊരിയാണ് കേട്ടോ, പഴയ മാലയല്ല. ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്ന ആ മാല ഞാൻ ഊരിയിട്ട് മറ്റേ ഇപ്പോൾ ഇത് ദിൽപ്രിയ എന്ന മാലയാണ് കേട്ടോ, അതാണ് ഞാൻ ഇട്ടോക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു മാല, നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി മാലയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അതെ അതിൻ്റെ കൂടെ ഒരു കമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഊരാൻ കുറച്ച് പാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഊരി എടുത്തിട്ട് ഇനി നമുക്ക് അത് ഇടാം. അപ്പോൾ ഇത് ഞാനത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് എനിക്ക് ഇട്ടരുന്നുണ്ട്. എനിക്ക് പിന്നെ ഞാൻ മറ്റേ കമ്മൽ ഊരി, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന കമ്മൽ ഊരിട്ടോ, ആ മാലയിലുണ്ടായിരുന്ന കമ്മൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഈ മാല ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഈ ഡ്രസ്സിക്ക് കുറച്ച് മാച്ച് ഉണ്ട് കേട്ടോ, നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗി. അതിലത്തെ കമ്മൽ ഇതേ ദിയയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതേ മാല അടിപൊളിയാണ് ഗൈസ്. ഇത് എനിക്ക് കമ്മൽ തരികയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ കമ്മൽ ഇട്ട് നോക്കിയിട്ടോ. കമ്മൽ സിമ്പിളായിട്ടുള്ളൊരു കമ്മലായിരുന്നു, 2 മുത്ത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മാലയമ്മ തന്നെ ഉണ്ട് അങ്ങനത്തെ ഒരു ഡിസൈൻ, അത് കാരണം അതുപോലത്തെ ഒരു കമ്മലായിരുന്നു കേട്ടോ. കാരണം മറ്റേ സംഭവമില്ലേ വളഞ്ഞിട്ടുള്ള ആ ഒരു കമ്മലായിരുന്നു കേട്ടോ ഗൈസ്. നല്ല ഭംഗിയുണ്ട്, കമ്മലും മാലയും സെറ്റ് കണ്ട ഗൈസ്, നല്ല അടിപൊളിയാണ്. എന്തായാലും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായിട്ടോ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് ഒരു ക്ലിപ്പാണ് കേട്ടോ. ഇത് ഋതിക തന്ന തന്നെയാണ്, ഒരു ബോയൊക്കെ ഉള്ള ഒരു ക്ലിപ്പാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാനിങ്ങനെ ഇട്ട് നോക്കുകയാണ് കേട്ടോ എല്ലാതും. അപ്പോൾ ഇത് മുടിയും ഇട്ടപ്പോൾ അതൊന്ന് ജസ്റ്റ് അഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ഋതിക എന്നൊരു കൺമഷിയാണ് കേട്ടോ. അത് പൊട്ടിക്കാൻ കുറച്ച് പണിയായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് ഞാൻ പൊട്ടിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് അടുത്ത കമ്മലിട്ട് നോക്കിയിട്ട് ഗൈസ്, ഇത് ഋതിക തന്നെയാണ്, ഒരു റിങ് കമ്മലാണ് കേട്ടോ. കുറച്ച് ട്രാൻസിഷനൊക്കെ ആയിക്കോട്ടെ. ഇത് നല്ല എൻ്റെ ഡ്രസ്സിന് നല്ല മാച്ചുള്ളൊരു യെല്ലോ ബട്ടർഫ്ലൈ കമ്മലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദിയ തന്നതാണ് കേട്ടോ. ഇത് നല്ല സിമ്പിളായിട്ട് വേറൊരു ബട്ടർഫ്ലൈ കമ്മലാണ്, ഇത് ദിയ തന്നത്. പിന്നെ ഒരു ക്രാബ് ഉണ്ടായിരുന്നു കേട്ടോ, അതും ദിയ തന്നെ. പിന്നെ ഇത് ഞാൻ ഇട്ടില്ല, കാരണം കുറച്ച് പണിയായിരുന്നു. ഒരു സൂര്യൻ്റെ ഒരു കമ്മലാണ്, അതും ദിയ തന്നത് തന്നെയാണ് കേട്ടോ ഗൈസ്. ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ ഗിഫ്റ്റ്. ആ ക്ലിപ്പൊക്കെ എനിക്ക് ദിയ കുത്തിയെന്നുണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗിഫ്റ്റ്. ബായ്. പിന്നെ ഗൈസ് ഇത് ദിയ തന്ന ഒരു ലെറ്ററാണ് കേട്ടോ. ദിയ കുറേ സ്റ്റിക്കറും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡ് പോലെ തന്നു. പിന്നെ ഇത് ഓരോരുത്തർ തന്ന ഗിഫ്റ്റ് കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ചേച്ചി തന്ന ഗിഫ്റ്റാണ് കേട്ടോ ഗൈസ്. അതിൽ 2 കിൻഡർ ജോയ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കളിപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ചേച്ചി ഗിഫ്റ്റ് തന്നു, ഒരു ഡയറി മിൽക്കായിരുന്നു. പിന്നെ ദിയ തന്ന ഗിഫ്റ്റും, പിന്നെ ദിൽപ്രിയ ഗിഫ്റ്റ് തന്നു. പിന്നെ ഋതിക കൂടി ഗിഫ്റ്റ് തന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഇനിയും കുറച്ച് ഗിഫ്റ്റുകളൊക്കെ ഉണ്ടായി, ഷോർട്ട് വീഡിയോ ആയിട്ട് വരുന്നതാണ്.